ക്ലാസ്സിൽ പോവാണ്ട് ലീവ് എടുത്ത് സുഖമായിട്ട് റൂമിൽ കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഗൈസ് ആ ചതി പറ്റിയത്. കറണ്ട് നമ്മളെ ചതിച്ചു. ഈ ചൂടത്തെ റൂമിൽ ഇനി കിടന്നിട്ട് കാര്യമില്ല. അപ്പം തന്നെ ഞാൻ എൻ്റെ ഒരുക്കം അങ്ങോട്ട് തുടങ്ങി ഫോറം മോള് പോകാൻ വേണ്ടി. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഫോറം മോള് പോയിരിക്കാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവളെന്തിനാ ഈ ഫോറം മോള് പോകുന്നതെന്ന്. ഇവിടെ മംഗലാപുരം സ്റ്റുഡൻസിന് മാത്രം അറിയുന്ന ഒരു കാര്യമാണത്. ഈടെ വെള്ളം ഇല്ലെങ്കിലും ചാർജ് തീർന്നാലും ഇനിയിപ്പോൾ കിടക്കാൻ സ്ഥലമില്ലെങ്കിലും നമ്മൾ ഫോറം മോള് പോകും. ചത്ത കിടന്നാലും ചമഞ്ഞടക്കണം എന്നാണല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ മേക്കപ്പിന് ഒരു കുറവും വരുത്തിയില്ല. അങ്ങനെ ഫുൾ ആറ്റിറ്റ്യൂഡ് ഇട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങി. ആറ്റിറ്റ്യൂഡ് കണ്ടില്ല എൻ്റെ. അങ്ങനെ നമ്മൾ നടന്ന് അങ്ങോട്ട് എത്തിയപ്പോഴാണ് മനസ്സിലായത് വല്ലാത്തൊരു ചൂട് പിടിച്ച ദിവസമായിരുന്നു ഗൈസ്. അപ്പം തന്നെ ഒന്നും ആലോചിക്കാണ്ട് ഞാനൊരു ഓട്ടോ എടുത്ത് അങ്ങ് പോയി. അങ്ങനെ വെറും 10 മിനിറ്റ് മാത്രം എടുത്ത് നടന്നെത്താവുന്ന ഫോറം മോളിൽ ഞാനൊരു ഓട്ടോ എടുത്ത് സ്റ്റൈലായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അങ്ങനെ കോളേജിൻ്റെ അവിടെ എത്തിയപ്പോൾ ഞാനൊന്നും അടങ്ങിയിരുന്നു. ഇനി നമ്മൾ പോകുന്ന കണ്ടിട്ട് ആർക്കും വിഷമം. ഇനി പിള്ളേരെല്ലാം പാവങ്ങൾ ക്ലാസ്സിലെല്ലാം പോയി. അങ്ങനെ നമ്മൾ ഫോറം മോളിൽ എത്തിയിരിക്കുന്നത്. ആടാണെങ്കിൽ കുറേ കുട്ടികളെ ഇങ്ങനെ ഇരുത്തിയിട്ടുണ്ട്. ഇന്നാണെങ്കിൽ അധികം തിരക്കൊന്നുമില്ല. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ടിനെ കണ്ട്. ഇവളാണെങ്കിൽ പാവം ക്ലാസ്സിലെല്ലാം പോയിട്ട് ക്ഷീണിച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ അവളുടെ ജ്യൂസും കുടിച്ച് ഞാനിങ്ങനെ അവളുമായിട്ട് വൈബടിച്ച് ഇങ്ങനെ നടക്കുന്നു. എന്നിട്ട് നമ്മളിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ വെറുതെ ഉള്ള ആറ്റിറ്റ്യൂഡ് ഇട്ട് നടന്ന് അങ്ങനെ കുറേ നേരം ഉള്ളിലിരുന്ന് തണുത്തോണ്ട് തന്നെ നമ്മൾ പുറത്തേക്കൊന്നും ഇറങ്ങി. ഇവിടെ പുറകിലാണെങ്കിൽ നല്ല കാറ്റുമുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് നേരം നോക്കിക്കൊണ്ടിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഇവിടെ ഇരുന്ന് കുറച്ച് നേരം കഥകളൊക്കെ പറഞ്ഞു. എന്നിട്ട് പിന്നെ എനിക്കാണെങ്കിൽ ഫോൺ കണ്ടാൽ പിന്നെ ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോ എല്ലാം എടുത്തുകൊണ്ടിരുന്നു. അപ്പോഴാണ് വന്ന കാര്യം ആലോചിച്ചത്. എൻ്റെ ഫ്രണ്ടിന് കൊറിയർ അയക്കാനാണ് നമ്മൾ ശരിക്കും വന്നത്. ഞാൻ ആദ്യമായിട്ടാണ് മംഗലാപുരത്തെ കൊറിയർ ഓഫീസിൽ വരുന്നത്. ഈടെ വന്നപ്പോഴോ ഫുള്ള് ആൾക്കാർ തന്നെ. ഇവളാണെങ്കിൽ പിന്നെ വിശക്കുന്നു പറഞ്ഞ് വന്നപ്പോൾ മുതൽ തുടങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയിപ്പോൾ ഈടെ നിങ്ങൾ ഇറങ്ങാമെന്ന് വിചാരിച്ച്. ടോക്കണൊക്കെ കുറേ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ആടെ നൈസായിട്ട് ഇറങ്ങി. ഇനി എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ടാവും ബാക്കി പരിപാടി എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ്. കടകൾ കുറേ ഉണ്ടെങ്കിൽ ഈടുന്ന് കഴിക്കുന്നതിൻ്റെ ഒരു സുഖമൊന്നും വേറെ എവിടുന്നും കിട്ടൂല. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് കയറി. ഈടെ അത്ര അഫോർഡബിൾ ഒന്നും അല്ലെങ്കിലും ഫുഡെല്ലാം നല്ല തന്നെ. അതിനിടയ്ക്ക് ഇവളെ ഡിപ്രഷൻ. നമുക്ക് പിന്നെ ഇതൊന്നും ബാധകമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡിലേക്ക് കടന്ന്. അല്ല പൊറോട്ടയും അൽഫാമും എല്ലാം ഉണ്ടായിന്. എനിക്ക് എടുത്ത പൊറോട്ട അൽഫാമും എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഫുഡ് കഴിക്കുമ്പോഴാണ് ഞാനൊന്നും മിണ്ടാണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കൊറിയറെല്ലാം കൊടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി. ഫുഡ് കഴിച്ചാൽ കുറച്ച് നേരം ഇനി എന്തായാലും റെസ്റ്റ് എടുക്കണമല്ലോ. അതുകൊണ്ട് തന്നെ പിന്നെയും മുകളിൽ വന്നിരുന്ന് അങ്ങനെ ഈടെ ഇരുന്ന് ഞാൻ എൻ്റെ ഫ്യൂച്ചറിനെ പറ്റി കുറേ ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ച് ഒരു ഉത്തരം കിട്ടാതായപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ ബാക്കി വീട്ടിൽ പോയിട്ട് ചിന്തിക്കാന്ന്. കറണ്ട് വന്നാൽ മതിയിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും വീട്ടിൽ പോയി സുഖമായിട്ടൊന്ന് ഉറങ്ങണം. ഇനി എന്നാൽ ബാക്കി നാളെ കാണാം. ഓക്കെ, ബൈ.